നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യ, ഭാവന, തനിക്കെന്തു പറ്റി? സൂര്യപ്രഭയെ പോണമെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? അതെ സൂര്യ, പക്ഷെ എനിക്ക് പറ്റിയില്ല. ഇവിടെ ആകെ പ്രശ്നമാ സൂര്യ. ഇങ്ങനെ പോയാ ഭരത്തിന്റെ ജീവിതം തന്നെ കൈവിട്ടു പോവും. ഭരത് എന്താ കൊച്ചുകുട്ടിയാണോ? തന്നിഷ്ടത്തിനാണെങ്കിലും അവനൊരു കുടുംബമായതല്ലേ? അതെ സൂര്യ, അതാ ഇപ്പൊ കൂടുതൽ പ്രശ്നം. അരുന്ധതിയും അവനോട് പിണങ്ങി ഇപ്പോ നമ്മുടെ വീട്ടിലുണ്ട്. അംബാലികയോടൊപ്പം ചേർന്നുള്ള അവന്റെ പ്രവൃത്തികൾ അരുന്ധതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ, അവളാ മിടുക്കി. എന്നാലേ ഭരത് പഠിക്കൂ. പക്ഷേ ഭരത്തും വാശിയില്ല സൂര്യ. അവൻ എന്താ പറയുന്നതെന്ന് അവന് പോലും അറിയില്ല. ഭാവന, താൻ എത്ര നാളെന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിക്കുന്നത്? തനിക്കൊരു ജീവിതം വേണ്ടേ? തന്റെ അവസാന കാലം വരെ താൻ ഇങ്ങനെ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയോ? തനിക്കും വേണ്ടി ഒരു ജീവിതം. എന്നിട്ടും തന്റെ മനസ്സ് കാണാനൊന്നും അവിടെ ആർക്കും കഴിയുന്നില്ലല്ലോ. എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കപ്പെടാനുള്ളതല്ല തന്റെ ജീവിതം. അത് മറക്കണ്ട. സൂര്യ, ഞാൻ പിന്നെ എന്താ വേണ്ടേ? ഭാവന, ഇപ്പോഴും താൻ പഠിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇവിടെ തന്റെ ആത്മാർത്ഥത അതിര് വിട്ടുപോയി. അതാ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. സ്നേഹമായാലും അധികം ആർക്കും കൊടുക്കരുത്. അത് അവര് ദുരുപയോഗം ചെയ്യും. ഇവിടെ സംഭവിച്ചതും അതാ. ഇപ്പോഴും തന്റെ വിചാരം ഭാമയും ഭരത്തും ഒക്കെ കൊച്ചുകുട്ടികളാണെന്ന്. പക്ഷേ അവരുടെ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ വേറെയാണ്. ഇനിയെങ്കിലും താനൊന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ ജീവിക്കാൻ നോക്ക്. തന്റെ കുടുംബത്തെയും സഹോദരങ്ങളെയൊന്നും അന്വേഷിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം. എന്തായാലും അംബാലിക ബുദ്ധിമതിയാ. തന്നെ മുട്ടുകുത്തിക്കാൻ നോക്കിയ എല്ലാ വഴികളും അടഞ്ഞപ്പോ അവസാനം കണ്ടെത്തിയത് ഭരത്തിനെ കൈക്കലാക്കുക. അല്ലെങ്കിലേ ജോലി നേടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കാൻ സമ്മതിക്കാത്തതിന് ഭരത്തിന്റെ കണ്ണിലെ കരടാതാൻ. സബ് ഇൻസ്പെക്ടർ ആവാൻ പോകുന്ന മരുമകനെ അംബാലിക ബുദ്ധിപൂർവം കൈക്കലാക്കി. ഇല്ല സൂര്യ, ഒരിക്കലും ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. പിന്നെ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? അവനെ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരന്. ഇനി അവന്റെ തീരുമാനങ്ങളെ എല്ലാവരും അംഗീകരിക്കൂ. സൂര്യ, അപ്പൊ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന് എനിക്കൊരു വിലയില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അംബാലിക വന്ന് വിളിച്ചപ്പോ അവൻ ഇറങ്ങി പോവായിരുന്നോ? ഭാവന, പണമെന്ന് കേട്ടാൽ പിണവും വാ തുറക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത്. ഭരത് പ്രണയിച്ചത് അരുന്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അംബാലികയുടെ പണം തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ അംബാലികയുടെ പിന്നാലെ ഒരു വാലാട്ടി പട്ടിയെ പോലെ അവൻ പോവുമായിരുന്നു. എന്നാലും അവൻ എങ്ങനെ തോന്നി സൂര്യ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇതുവരെ ആ ഷോക്ക് എന്നെ വിട്ടുപോയിട്ടില്ല. അത് സൂര്യക്ക് അറിയോ? ഇനിയെങ്കിലും താനൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നോക്ക് ഭാവന. അല്ലാതെ മെന്റൽ ഡിപ്രഷൻ അടിച്ച് വല്ലയിടത്തും വീണ് കിടന്ന ഒടുവിൽ നഷ്ടപ്പെടുന്നത് എനിക്കായിരിക്കും. ഞാനിതൊക്കെ വളരെ നേരത്തെ മനസ്സിൽ കണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഭരത്തിന്റെ ക്യാരക്ടർ സേതുവേട്ടന്റെയോ തന്റെയോ പോലെ അല്ല. അവന്റെ ലക്ഷ്യം പണമാണ്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യാനും തയ്യാറാവും. സൂര്യ, അങ്ങനെയൊക്കെ കരുതി എനിക്ക് അവനെ കയറൂരി വിടാൻ പറ്റുമോ? ഇനിയെങ്കിലും തന്റെ ഈ ചിന്താഗതി ഒന്ന് മാറ്റിപ്പിടിക്ക്. ഇത്രയും കാലം താൻ അവരെയൊക്കെ സംരക്ഷിച്ചില്ലേ? എന്നിട്ട് സംഭവിച്ചത്? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും പറഞ്ഞു പോകുന്നത്. സൂര്യ, ഈ വീട്ടിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഇനി വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനപ്പുറം തനിക്കൊന്നും ചെയ്യാനില്ലെന്ന് താൻ ആദ്യം മനസ്സിലാക്കുക. സ്വയം തിരുത്താൻ അറിയാത്തവൻ അനുഭവത്തിലൂടെ തന്നെ പഠിക്കട്ടെ. എന്തായാലും താൻ ആലോചിക്കുക. നമുക്ക് നാളെ കാണാം. ഞാൻ വയ്ക്കാണേ. ശരി സൂര്യ. ഏട്ടാ, എന്തായി? ഭരത്തിനെ കണ്ടോ?
കണ്ടുവമ്പേ, അവനിപ്പോ സ്വന്തം വീട്ടുകാരെ കണ്ടാൽ അരച്ച് കലങ്ങി കുടിക്കും. അത്രയ്ക്ക് ദേഷ്യത്തിലാ. ആ അതാ ഏട്ടാ വേണ്ടത്. ഒരു കണക്കിന് അരുന്ധതി ഭരത്തിനോടൊപ്പം പോവാതെ അവിടെ നിൽക്കുന്നതാണ് നല്ലത്. ഭരത്തിനെ അവള് മാനസികമായിട്ട് വെറുക്കണം. എന്നാലേ ഭരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും അവള് വിഷമിക്കാതിരിക്കൂ. അത് തന്നെയാണ് എന്റെ ഐഡിയ. ഒരിക്കലും നിന്റെ രണ്ടു മക്കളെയും ഗായത്രി മരുമക്കളായിട്ട് വാഴിക്കണ്ട. ഭാരത്തില്ലാതായ പിന്നെ അരുന്ധതി നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. അവനിപ്പോ എന്തു പറയുന്നു ഏട്ടാ? ഏട്ടൻ ഉദ്ദേശിച്ച ആളിന്റെ കയ്യിൽ അവനെ കിട്ടിയോ? മൈക്കിളിനെ ഞാനല്ല ഏൽപ്പിച്ചിട്ടുണ്ട്. ഭരത് കാരണം കോടികളുടെ നഷ്ടം വന്നവനാ മൈക്കിള്. ഇനി എന്താ വേണ്ടതെന്ന് മൈക്കിള് നോക്കിക്കൊള്ളൂ. അവന്റെ ഒരു സബ് ഇൻസ്പെക്ടർ, ആ പേര് പറഞ്ഞ പ്രതാപേട്ടൻ പോലും എന്നോട് സംസാരിക്കുന്നത്. നിന്റെ ഭർത്താവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്പേ. അങ്ങേര് നേരെ ചൊവ്വയായിരുന്നെങ്കിൽ അഭിഭാമയും കിട്ടില്ലായിരുന്നു, അരുന്ധതി ഭരത്തിനൊപ്പം പോവുകയില്ലായിരുന്നു. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഏട്ടാ. ഇനി എന്താ വേണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല അമ്പേ. നമുക്ക് ഭരത്തിനെ ഉപയോഗിച്ച് ഭാവനയുടെ കുടുംബത്തെ തറ പറ്റിക്കണം. അവസാനം ഭരത്തിന് എന്നേക്കുമായി മൈക്കിള് തന്നെ ഈ ഭൂമി എന്ന് പറഞ്ഞയച്ചോളൂ. അല്ല, ഈ മൈക്കിൾ ആളെങ്ങനെയാ വിശ്വസിക്കാവോ? ഭരത്തിന്റെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാമ്പേ. അത്ര വലിയ പണിയാ മൈക്കിളിന് ഭരത്ത് കൊടുത്തിരിക്കുന്നത്. ആ എന്നാ ശരി ഏട്ടാ. ആ ഏട്ടാ ഒരു മിനിറ്റേ. എന്താമ്പേ? ഏട്ടൻ പ്രതീക്ഷിക്കാതെ ഭാവനയുടെ വീട്ടിൽ ചെന്നപ്പോ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഞാൻ പ്രതീക്ഷിച്ച തന്നെ അവിടെ നടന്നേ. ഭരത്തിന്റെ വിഷയം ഞാൻ അവിടെ അവതരിപ്പിച്ചു. പക്ഷെ അരുന്ധതി എന്തു പറഞ്ഞിട്ടും ഒതുങ്ങുന്നില്ല. ആ അവൾ അവിടെ നിക്കട്ടെ ഏട്ടാ. ഒരു ദിവസം നിലവിളിച്ചുകൊണ്ട് അവൾ എന്റെ കാൽ ചുവട്ടി തന്നെ വരും. എന്നാൽ അതിനുള്ള ദിവസങ്ങൾ വിദൂരമല്ല. നീ സമാധാനമായിട്ടിരിക്കെ. ശരി ഏട്ടാ. ഒന്ന് നിന്നേ. എന്താ നിന്റെ ഏട്ടനായിട്ടൊരു പുതിയ പ്ലാൻ? ഭരത്തിന്റെ അരുന്ധതിയുടെ പേര് പറഞ്ഞ കേട്ടല്ലോ. എനിക്കെന്താ അവരുടെ പേര് പറഞ്ഞൂടെ? നീയല്ലേ? എന്തെങ്കിലും ദുരുദ്ദേശത്തോടാണെങ്കിലേ അവരുടെ പേര് നീ പറയൂ. പ്രതാപേട്ടാ, എപ്പോഴും എന്നെ എന്തിനെങ്കിലും സംശയിക്കുന്നത്? എനിക്കെന്താ എന്റെ മക്കളെ കുറിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ സംസാരിക്കുന്നതിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ സംസാരിക്കുന്ന എന്റെ ഏട്ടനോടാവുമ്പോ ഞാൻ സംശയിക്കും. കാരണം അത്രമാത്രം പ്രശ്നങ്ങളാ നീയും നിന്റെ ഏട്ടനും കൂടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നിന്റെ ഈ സ്വഭാവം കാരണം നമ്മുടെ രണ്ട് മക്കൾ രണ്ട് വഴിക്കായി. എന്നിട്ടും നിനക്ക് മതിയായില്ല അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? നമ്മുടെ മക്കളുടെ പുക കണ്ടേ അടങ്ങുള്ളൂ. പ്രതാപേട്ടാ, അലറണ്ട. ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ചില മാതാപിതാക്കളുടെ മനസ്സ് അത്രയ്ക്ക് കല്ല. അതിപ്പെട്ടൊരമ്മയാ നീയും. ഒരു പേരക്കുഞ്ഞുണ്ടായിട്ടും അതിനെ തിരിഞ്ഞു പോലും നോക്കാൻ നേരമില്ലാത്ത നീ ആരാധന നിന്റെ വിചാരം? എന്നിങ്ങനെ ഉടുത്തൊരുങ്ങി മുഖത്ത് പൊട്ടിയിട്ട് ജീവിക്കാനാ നിന്റെ വിചാരെങ്കിൽ അത് വെറും വ്യാമോഹമാ. ഒരു ദിവസം നിന്റെ കൈയും കാലും ഒക്കെ തളരും. അന്നൊരു പക്ഷെ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരും കാണില്ല. ഒരുപാട് തവണ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത് എനിക്കറിയാം. എന്നാലെങ്കിലും നിന്റെ തലയിലേക്ക് കയറട്ടെ എന്ന് കരുതി പറഞ്ഞതാ. അരുന്ധതി, ഭരത്തിനി വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇത്രയും പറയണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുവാ ചേച്ചി. ആ അതങ്ങനെയാ. ഉള്ളിൽ സ്നേഹമുള്ളവരോട് നമ്മൾ എത്ര വഴക്കിട്ടാലും പിന്നീട് അതൊരു നൊമ്പരായിട്ട് കിടക്കും. സത്യ ചേച്ചി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. മോളെ, വിഷമിക്കാതെ. അവൻ നിന്റെ വീട്ടിലോട്ട് തന്നെ പോയിട്ടുണ്ടാവും. പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കിയപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിൽ എന്റെ കോള് കണ്ടാൽ ഉടനെ എടുക്കുന്നതാ. ഭരതേട്ടന് വാശിയും ദേഷ്യവും വന്നാ പിന്നെ അങ്ങനെയാ.
ആരോടും മിണ്ടില്ല. നിനക്കറിയോ, ഇവിടുത്തെ ഈ പ്രശ്നം കാരണമാ പാവം ഭാവന സൂര്യപ്രഭയിലേക്ക് പോലും പോവാത്ത. ഇപ്പോഴും ഈ കുടുംബത്തിലൊരു ആവശ്യം വന്നാൽ ഏറ്റവും കൂടുതൽ വെപ്രാളപ്പെടുന്നത് ഭാവനയാ. അവിടെ സൂര്യയോ ആ വീടിനെയോ എല്ലാം ഇവള് മറക്കും. അമ്മ മറക്കുന്നതല്ല, മനസ്സെവിടെയും എത്താത്തതാ. പിന്നെ സൂര്യക്ക് എന്നെ അറിയാന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ഇത്രയും കാണിച്ചിട്ടല്ലേ മക്കളെ മോള് മറുപടി പറഞ്ഞത്? പോട്ടെ, അത് സാരമില്ല. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നല്ലേ ഉള്ളൂ. അരുന്ധതി, നീ അപ്പം അങ്ങനെ പ്രതികരിച്ചതിൽ തെറ്റൊന്നുമില്ല. നീ പ്രതികരിച്ചില്ലെങ്കിലാണ് തെറ്റ്. കാരണം നീ അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണ.